നമസ്കാരം. അൽബേനിയയിൽ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാർ പങ്കെടുക്കുന്ന ഒരു ഉച്ചകോടി നടക്കുകയാണ്. ഈ പരിപാടിയിൽ പ്രധാനപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളുടെയൊക്കെ തന്നെ രാഷ്ട്രത്തലവന്മാർ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം അൽബേനിയയുടെ പ്രധാനമന്ത്രിയുടെ ഒരു പ്രവൃത്തി തമാശയാണോ അതോ അദ്ദേഹം ഗൗരവകരത്തിൽ ചെയ്തതാണോ എന്ന സംശയം ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെങ്ങും തന്നെ വൈറലാവുകയാണ്. അൽബേനിയയുടെ പ്രധാനമന്ത്രി എഡി റാമ, അദ്ദേഹം തുടർച്ചയായ 4-ാം തവണയാണ് അൽബേനിയയുടെ പ്രധാനമന്ത്രിയാകുന്നത്. നേരത്തെ കമ്മ്യൂണിസ്റ്റ് ദുർഭരണത്തെ നാട്ടുകാർ ഒന്നിച്ചുകൂടി അട്ടിമറിച്ചതിന് ശേഷം തുടർച്ചയായി ഇത്രയും കാലം പ്രധാനമന്ത്രിയായിരിക്കുന്ന വ്യക്തിയാണ് റാമ. അദ്ദേഹം കഴിഞ്ഞ ദിവസം ചെയ്തത്, ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി ഇറ്റാലിയൻ പ്രധാനമന്ത്രിയായ ജോർജിയ മെലോണി എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങളിൽ മെലോണിയ ഒരു ചുവന്ന കാർപ്പറ്റിലൂടെ നടന്നു വരുന്നതായി കാണാം. അവരുടെ സമീപത്തേക്ക് കുട ചൂടി ചെല്ലുന്ന പ്രധാനമന്ത്രി റാമയാകട്ടെ തൻ്റെ കുട പെട്ടെന്ന് അരിയിൽ വെച്ചതിന് ശേഷം പെട്ടെന്ന് അവരുടെ മുന്നിൽ മുട്ടുകുത്തി നിന്ന് ഏതാണ്ട് പ്രാർത്ഥനാനിരതൻ എന്ന പോലെ നിൽക്കുകയാണ്. എന്തിനാണ് ഇദ്ദേഹം മുട്ടുകുത്തി നിന്നത് എന്നുള്ളത് സംബന്ധിച്ച് ആർക്കും ഒന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ പിന്നീട് മെലോണി പറഞ്ഞത് താനും അദ്ദേഹവും തമ്മിലുള്ള പൊക്കത്തിലുള്ള വ്യത്യാസം, ഉയരത്തിൽ വലിയ വ്യത്യാസമുണ്ട്, അത് കാരണമായിരിക്കും അദ്ദേഹം അങ്ങനെ നിന്നത് എന്നാണ്. റാമയുടെ ഉയരം 6 അടി 7 ഇഞ്ചാണ്. അദ്ദേഹം ഒരു കാലത്ത് വലിയൊരു ബാസ്ക്കറ്റ്ബോൾ താരം കൂടിയായിരുന്നു. അതേസമയം മെലോണി ആകട്ടെ 5 അടി 3 ഇഞ്ച് മാത്രം പൊക്കമുള്ള ഒരു സ്ത്രീയാണ്. അതുകൊണ്ടായിരിക്കും രണ്ടുപേരുടെയും പൊക്കം ക്രമീകരിക്കുന്നതിനോട് അദ്ദേഹം ഇത്തരത്തിൽ മുട്ടുകുത്തി നിന്നത് എന്നാണ് മെലോണി പിന്നീട് തമാശയായി പറഞ്ഞത്. കാരണം നേരത്തെ അദ്ദേഹം ഇത്തരത്തിലുള്ള ചില തമാശകൾ കാട്ടിയിട്ടുണ്ട് എന്നാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രിയും പറയുന്നത്. എന്നാൽ മെലോണിയോട് കാണിച്ച ഈ ഒരു സ്നേഹവും അല്ലെങ്കിൽ ആദരവും ഒന്നും തന്നെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമറോട് റാമ കാണിച്ചില്ല എന്നാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ ആരോപിക്കുന്നത്. ഇതിനൊരു കാരണമുണ്ട്. 5 അടി 8 ഇഞ്ച് ഉയരമുള്ള ആളാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ. അദ്ദേഹത്തോട് റാമ മെലോണിയോട് കാണിച്ചതുപോലുള്ള ആദരം കാട്ടിയില്ല എന്നാണ് പലരും പറയുന്നത്. മുട്ടുകുത്തിയില്ല എന്നുള്ളത് മാത്രമല്ല ഇവിടുത്തെ വിഷയം. വളരെ പ്രധാനപ്പെട്ട ഒരു നയപരമായ കാര്യത്തിൽ അദ്ദേഹം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയെ കണക്കറ്റ് കളിയാക്കി എന്നുള്ളതാണ് ഇവിടെ ഉയരുന്നൊരു പ്രശ്നം. ബ്രിട്ടനിൽ ഇപ്പോൾ അനധികൃത കുടിയേറ്റക്കാർ ധാരാളമായി ഉണ്ട്. അവരെ നേരിടുന്നതിന് വേണ്ടിയുള്ള കർശന നടപടികൾ ഇപ്പോൾ ബ്രിട്ടീഷ് സർക്കാരും സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ അനധികൃതമായ കുടിയേറി എത്തിയവരിൽ നിരവധി ക്രിമിനലുകളുമുണ്ട്. ഇവരെ പാർപ്പിക്കുന്നതിനായി റുവാണ്ടയിലേക്ക് പോലെ മറ്റേതെങ്കിലും രാജ്യത്ത് എവിടെയെങ്കിലുമൊക്കെ തടവറകൾ ഒരുക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ബ്രിട്ടൻ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ച് അൽബേനിയയോടും അഭിപ്രായം തേടിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും അൽബേനിയ പ്രധാനമന്ത്രി പറയുന്നത് ഇത് തനിക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ തങ്ങൾ ഇറ്റലിയുമായി ഈ ധാരണയിലായിരുന്നു എന്നാണ്. മാത്രമല്ല പ്രസംഗത്തിലുടനീളം അദ്ദേഹം കീർ സ്റ്റാമറെ കളിയാക്കുന്ന ഭാഷയിലാണ് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പലരും പറയുന്നത് ജോർജിയ മെലോണിയോട് കാണിച്ച ആ ഒരു സ്നേഹവും ആദരവും ഒന്നും തന്നെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയോട് അൽബേനിയൻ പ്രധാനമന്ത്രി കാട്ടിയതേ ഇല്ല എന്ന്. ഏതായാലും എഡി റാമ ഒരു ശക്തനായ ഭരണാധികാരി എന്ന നിലയിൽ പേരെടുത്ത ആൾ തന്നെയാണ്. അൽബേനിയ പോലെ കമ്മ്യൂണിസ്റ്റ് ദുർഭരണത്തിൽ തകർന്നു തരിപ്പണമായ ഒരു രാജ്യത്തെ വലിയൊരു പുരോഗതിയിലേക്കാണ് അദ്ദേഹം കൊണ്ടുവന്നെത്തിച്ചത്. ഇപ്പോൾ പ്രതിവർഷം 1 കോടിയോളം വിനോദസഞ്ചാരികൾ വിവിധ രാജ്യങ്ങളിൽ നിന്നായി അൽബേനിയ കാണാനെത്തുന്നു എന്നുള്ളതാണ് കണക്ക്. മാത്രമല്ല അവിടുത്തെ എല്ലാവിധ സംവിധാനങ്ങളിലുമൊക്കെ തന്നെ വലിയ തോതിലുള്ള മാറ്റം വരുത്തിയ ഒരാൾ കൂടിയാണ് റാമ. രാജ്യത്തെ ഇപ്പോൾ അദ്ദേഹം പുരോഗതിയിലേക്ക് തന്നെയാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് നമ്മുടെ നാട്ടിലേക്ക് അതിൻ്റെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ എപ്പോഴും പറയാറുണ്ടായിരുന്ന ഒരു പേരാണ് അൽബേനിയ. അൽബേനിയയിൽ വളരെ സ്വർഗ്ഗ തുല്യമായ ജീവിതമാണ് അവിടുത്തെ നാട്ടുകാർ നയിക്കുന്നതെന്നൊക്കെയാണ് ഇവർ ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ജനങ്ങൾ അവിടെ പ്രക്ഷോഭമായി രംഗത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് കിഴക്കൻ ജർമ്മനി അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് പല കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെയൊക്കെ പോലെ അതിക്രൂരമായ രീതിയിൽ തന്നെയാണ് അവിടുത്തെ ഭരണാധികാരികൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പെരുമാറിയിരുന്നത് എന്നും ജനങ്ങൾക്ക് പ്രാഥമിക അവകാശങ്ങൾ പോലും ഇല്ലാത്ത അവസ്ഥയിലായിരുന്നുവെന്നും. തുടർന്നാണ് അൽബേനിയയിലും പിന്നീട് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികളെ നാട്ടുകാർ കെട്ടുകെട്ടിച്ചതും പിന്നീട് ജനാധിപത്യ സംവിധാനത്തിലേക്ക് ഈ രാജ്യം മാറിയത്.